ഇന്ന് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയാണ്. അതായത് 24,715 മുകളിൽ, അവരെ 720 എന്ന് പറയാം. ഓക്കെ, 24,720 മുകളിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലായിരിക്കും. മാർക്കറ്റ് ഒരു 25,000 വരെ പോകാനുള്ള പോസിബിലിറ്റീസ് അതിൻ്റെ അടുത്ത് അങ്ങ് മുട്ടൊന്നുമില്ല. ഇന്നലത്തെ ആ ഗ്യാപ്പുണ്ട്, ആ ഒരു റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫില്ല് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഡൗൺ ആണ്. ഓക്കെ, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഡൗൺ ആണ്, പക്ഷേ അതൊന്നും നോക്കണ്ട, സ്ട്രക്ചർ നോക്കിയാൽ മതി. സെൻറ്റിമെൻറ്റ്സ് യുദ്ധവും എല്ലാം ഉണ്ട്. ഓക്കെ, സംഭവം ശരിയാണ്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിന് മുകളിലോട്ട് പോയി ബൈ എടുക്കുക. എന്താണ്, US മാർക്കറ്റ് കുറച്ച് അതിൻ്റെ ടെക് ഒക്കെ അപ്സൈഡിലാണ്, ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ കുറച്ച് നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും കുറച്ച് പോസിറ്റീവാണ്. മാർക്കറ്റ് സ്ട്രക്ചറും കുറച്ച് പോസിറ്റീവാണ്. സെൻറ്റിമെൻറ്റ്സ് ഡൗൺ ആണ്, മാർക്കറ്റ് സ്ട്രക്ചറും കുറച്ച് ഇമ്പാക്റ്റൊക്കെ അപ്സൈഡാണ്. സോ നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്ത ഏരിയ ഈ ഒരു റേഞ്ച് 24,720 24,750 മുകളിൽ, ഈ ഒരു റേഞ്ചിനകത്ത് 20-നും 50-നും ഇടയ്ക്ക് റേഞ്ചിന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 25,000 വരെ പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് കൺസെപ്റ്റ് ഉണ്ട്. 24,880 ആ ഒരു റേഞ്ചിൽ ഫസ്റ്റ് ടാർഗറ്റാണ്. ഈ ഒരു പർപ്പിൾ സോണല്ല, 24,620 ആ ഒരു സോണിൽ നിന്ന് താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 24,320 ഇവിടെ താഴേക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളത്തെ കാര്യം. മാർക്കറ്റ് എങ്ങോട്ടോ പോകുന്നത് അങ്ങനെ എടുക്കാം. യുദ്ധം വരട്ടെ, ലോസ് വരട്ടെ, നഷ്ടം വരട്ടെ, മറ്റുള്ള രാജ്യങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. മാർക്കറ്റ് എങ്ങോട്ടാണോ കാണിക്കുന്നത് അങ്ങോട്ട് പോകും. ഓക്കെ, പക്ഷേ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുള്ളൂ കേട്ടോ. ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തൊരു 9:30 വരെയെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ 9:00 ശേഷം മാർക്കറ്റ് ട്രെൻഡ് രാവിലെ വരുന്ന ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ അല്ല റിവേഴ്സൽ ആവണം നോക്കിയിട്ട് മാത്രമേ എൻട്രി എടുക്കുള്ളൂ. അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട്, മൊമെൻറ്റം നോക്കിയിട്ട്, ക്യാൻഡിൽ സൈസ് നോക്കിയിട്ട്, വോളിയം നോക്കിയിട്ട്, OI ചേഞ്ച്, സെക്ടറുകൾ, ന്യൂ ഏതെങ്കിലും പ്രത്യേക സ്റ്റോക്കുകളുടെ ന്യൂസ് ഇമ്പാക്റ്റ് എല്ലാം നോക്കിയിട്ട് മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. അല്ലാതെ പ്രൈസ് ആക്ഷൻ വെച്ചൊന്നും മാത്രം ഇന്ന് എൻട്രി എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഒന്നുമില്ല. മാത്രമല്ല ഇന്നത്തെ ട്രേഡിൽ അഡീഷണലായിട്ട് ഗ്രീക്സും കൂടെ നോക്കിയിട്ടുണ്ട്. ഡെൽറ്റ നോക്കണം, ഗാമ, വേഗ എന്നുള്ള ഗ്രീക്സുകൾ കൂടെ നോക്കിയാലേ ഇന്ന് പ്രോഫിറ്റ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ, പ്രൈസിൻ്റെ ചാർട്ടും കൂടെ ഇന്ന് കൂടുതൽ അനലൈസ് ചെയ്യേണ്ടി വരും. പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഇൻഡെക്സ് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പോകും, പക്ഷേ പ്രൈസ് മൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ അതെല്ലാം കൂടെ നോക്കിയിട്ട് മാത്രമേ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് കുറച്ച് പച്ചക്കറിയൊന്നും വീട്ടിലില്ല. അപ്പോൾ വൈഫ് ജോലി കഴിഞ്ഞിട്ട് അവിടെ എത്തും. അപ്പോൾ എനിക്ക് കുറച്ച് അതുകൂടെ പർച്ചേസിന് ശേഷം മാത്രമേ എനിക്ക് തിരിച്ച് വന്നിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഇന്ന് രാവിലെ ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ റീസൺ ഇതാണ്. പിന്നെ എപ്പോഴാണ് മനസ്സിൽ കിടക്കണമെന്നുണ്ട് കുറച്ചുകൂടെ അനലൈസ് ഒന്നും ചെയ്തില്ല, കുറച്ചുകൂടെ അനലൈസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളിയാഴ്ച അന്ന് നോക്കി വെച്ചതിൻ്റെ ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ പോയിട്ട് മാത്രമേ എനിക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ട്രെയിൻ വേണ്ടിച്ചു. മറ്റത് സെൻസിബിളിൻ്റെ ചാർട്ടാണ്, ഇത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടാണ്. എന്നാൽ നമ്മൾ വരച്ചിട്ട് ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ ഇന്നലെ പോയിട്ടുള്ളൂ. പക്ഷേ പ്രീമിയം ഒന്നും വലുതായിട്ടും കൂടിയൊന്നുമില്ല. ചെറിയൊരു കൂടുതൽ കൊണ്ടിട്ട് വീണ്ടും ആ റേഞ്ച് തന്നെ നിന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചാണ് നമ്മൾ അന്ന് കണ്ടത്. വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്നും ഈ ഒരു റേഞ്ചാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന 24,720 മുകളിൽ 25,000 ആ റേഞ്ചാണ് നമ്മൾ അന്ന് മാർക്ക് ചെയ്തതാണ് വെള്ളിയാഴ്ച. ഇതാണ് റേഞ്ച് നമ്മൾ അന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം, അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് വേണം, ബാക്കിയുള്ള എല്ലാ ഡേറ്റീവ്സും നോക്കിയിട്ട് മാത്രമേ ഇന്ന് ട്രേഡ് ഉള്ളൂ. ഓക്കെ, ബാക്കി മാർക്കറ്റ് എങ്ങോട്ട് പോട്ടെ. യെസ്, മാർക്കറ്റ് ഓപ്പണായി, ആ റേഞ്ചിലാണ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. മൊമെൻറ്റം, മൂവ്മെൻറ്റ്, പ്രൈസ് മൂവ്മെൻറ്റ് എല്ലാം നോക്കേണ്ടതുണ്ട്. സോ വെയിറ്റ് ആൻഡ് സീ what happened here. സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഡൗൺ ആണ്, പക്ഷെ മാർക്കറ്റ് പോകുന്നത് മുകളിലോട്ടാണ് അല്ലേ. യുദ്ധമുണ്ട്, അപകടങ്ങളുണ്ട്, കപ്പൽ, വിമാനം, ഫ്ലൈറ്റ്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സൂക്ഷിച്ച് മാത്രം എൻട്രി എടുക്കുക. ഓക്കെ,
നമ്മൾ ഷോർട്ടിലേക്ക് 100 താഴെ പോയി. നമ്മുടെ നേരത്തെയുള്ള പ്ലാൻ പ്രകാരം തന്നെ മാർക്കറ്റ് പോകുന്നുണ്ട്. എവിടെ സെൻറ്റിമെൻറ്റ്സ്, എവിടെ ഇമോഷൻസ്, എവിടെ നെഗറ്റീവ്. ഇന്നലത്തെ മാർക്കറ്റിലെ എന്താണ് നമ്മളെന്താ ടാർഗറ്റ് വെച്ച് ഏരിയയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട് മാർക്കറ്റ്. വെള്ളിയാഴ്ച സെക്കൻഡ് ടാർഗറ്റ് വെച്ച ഏരിയയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഇംബാലൻസ്ഡ് ഫില്ല് ചെയ്യുന്ന കണക്കിന് എത്തിയിട്ടുണ്ട്. എനിക്ക് ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഇടാം. ഞാൻ ഒരു സ്കാൽപ്പിംഗ് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടെന്നാ. ഞാൻ ചെറിയൊരു സ്കാൽപ്പിംഗ് അടിച്ച് ഇവിടെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വരാം.